do we stopped in last class? Where do we stopped in last class? Significant figures. Okay, അത് കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തന്നിരുന്നല്ലോ, ഏതായിരുന്നു അത്? ഹോംവർക്ക് ഏതായിരുന്നു? 1 light year എത്ര 1 parsec എത്ര? അതേപോലെ തന്നെ നിങ്ങളോട് പാരലാക്സ് മെത്തേഡ് പഠിക്കാൻ പറഞ്ഞിരുന്നില്ലേ? പാരലാക്സ് മെത്തേഡ് കിട്ടിയോ? അത് പാരലാക്സ് മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരുന്നോ? ഇല്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, ചോദ്യം തരാം. അതുപോലെ തന്നെ വേറൊരു ടോപ്പിക് ഏതായിരുന്നു നിങ്ങൾക്ക് ഹോംവർക്ക് എന്നത്? വൺ മോർ ടോപ്പിക് വാസ് ദേർ ആസ് ഹോംവർക്ക്. ഏതായിരുന്നു അത്? അത് കൺവേർട്ട് ചെയ്യാനുള്ളതാണ്. സിമ്പിൾ ആയിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ആക്ച്വലി നമുക്ക് പാരലാക്സ് മെത്തേഡ് ആണ് ബാക്കിയുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തതിൽ നിങ്ങൾക്ക് സംശയമുള്ള ടോപ്പിക് ഏതാണെന്ന് പറയൂ. സംശയമുള്ളത് ഏതാണെന്ന് പറ. Types of errors എടുത്തിട്ടില്ല. ടൈപ്സ് ഓഫ് എറർ ചെയ്യാം, അത് ഞാൻ ഇന്നത്തെ ലിസ്റ്റിലുണ്ട്. ഓക്കെ, ഇനി എനിത്തിങ് എൽസ്? വേറെ ഏതാണ്? എടുത്തതിലുള്ള സംശയങ്ങളാണ് പറയേണ്ടത്. പറ. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടായിരുന്നോ? വേറെ ഏതെങ്കിലും ചാപ്റ്റർ? വേറെ ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടായിരുന്നോ? ഏതാണ്? ഏതിന്റെയാണ്? കെമിസ്ട്രി. ഓക്കെ, ഏത് ചാപ്റ്റർ ആയിരുന്നു അത്? ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിനി ഇതിലേതാണ്? ഡയമെൻഷൻ അനാലിസിസ് എന്നുള്ളതിൽ രണ്ടാമത്തെ ടു ഡിറൈവ് ഇക്വേഷൻസ് ഫോർ വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതൊന്ന് പറഞ്ഞു. അത് റിപ്പീറ്റ് ചെയ്യണം അല്ലെ? അത് ചെയ്യാം. ഓക്കെ, ഇനി വേറെ ടോപ്പിക് ഏതാണ് മക്കളെ? പറയൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പാരലാക്സ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ എർത്തിൽ നിന്നും സണ്ണ് വരെയുള്ള ദൂരം എത്രയാണ്, അല്ലെങ്കിൽ എർത്ത് ടു മൂൺ എത്രയാണ്, എർത്ത് ടു മൂൺ ഫോർ എക്സാമ്പിൾ. ഇത് ഷോർട്ട് ഡിസ്റ്റൻസ് ആണോ ലോങ് ഡിസ്റ്റൻസ് ആണോ? ഇസ് ഇറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ് ഓർ ലോങ് ഡിസ്റ്റൻസ്? അപ്പൊ ലോങ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആണ് എന്ത്? പാരലാക്സ് മെത്തേഡ്. ഇറ്റ് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു മെഷർ ലോങ് ഡിസ്റ്റൻസസ്. ഓക്കെ, അപ്പൊ നമുക്കിത് മെഷർ ചെയ്യുമ്പോൾ എർത്തിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല നമ്മൾ അതിനെ പരിഗണിക്കുക. ഇപ്പൊ എർത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്നുള്ള ദൂരവും എർത്തിന്റെ ഇവിടുന്നുള്ള ദൂരമൊക്കെ സെയിം ആയിരിക്കില്ലേ? സെയിം ആയിരിക്കുമല്ലോ. അതായത് ഉദാഹരണത്തിന് ഇപ്പൊ ഇത് നിങ്ങളുടെ രണ്ട് കണ്ണുകൾ, ഇവിടെ ഒരു സാധനമുണ്ട്. അപ്പൊ കുറെ ദൂരമുള്ള ചില ഒരു കണ്ണടച്ചിട്ട് ഇത് നോക്കുമ്പോഴും അല്ലെങ്കിൽ ഈ കണ്ണടച്ചിട്ട് ഇത് നോക്കുമ്പോഴും കിട്ടുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, നിങ്ങളുടെ കണ്ണുകൾക്കിടയിലുള്ള ദൂരം, അത് പ്ലസ് ആ ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസ്.
എന്ന് പറഞ്ഞതുപോലെ എർത്തിലുള്ള 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരം പ്ലസ് ഈ സാധനം, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമ്മൾ എങ്ങനെ വെക്കുന്നു? ഇങ്ങനെ വെക്കുന്നു. അങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. ആ ട്രയാങ്കിളിൽ ശരിക്കും അങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ എൻഡ് ശരിക്കും പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ ട്രയാങ്കിൾ ആയിട്ട് തന്നെ എടുക്കുന്നു. ഓക്കെ, ട്രയാങ്കിൾ ആയിട്ട് തന്നെ എടുക്കുന്നു. എന്നിട്ട് ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റ, ഇതിനെ വേണമെങ്കിൽ ഡി എന്ന് എടുക്കാം, ഇതിനെ വേണമെങ്കിൽ ബി എന്ന് എടുക്കാം. ഓക്കെ, എസ് വേണമെങ്കിൽ ഇതിനെ എടുക്കാം. ഇതിൽ എസ് ആരാണ്? ഇപ്പോ ഇതില് മൂൺ എവിടെയാണുള്ളത്? എസിലാണോ ബിയിലാണോ? അല്ലെങ്കിൽ ബിറ്റ്വീൻ എ ബി ആണോ? എയും ബിയും എവിടെയാണ്? എർത്തിലാണ്. എർത്തിലുള്ള 2 പോയിന്റുകളാണ് എയും ബിയും. ഓക്കെ, എസ് ആരാണ്? പറ. മൂൺ. പൊസിഷൻ ഓഫ് മൂൺ. എസ് ഈസ് പൊസിഷൻ ഓഫ് മൂൺ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാരലാക്സ് മെത്തേഡ് ആണ്. പാരലാക്സ് മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പാരലാക്സ് മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ലോങ് ഡിസ്റ്റൻസ്. To measure the long distances. To measure the long distances. Okay, അപ്പോ എസ് നമുക്കാരാണ്? പൊസിഷൻ ഓഫ് പ്ലാനറ്റ് അല്ലെങ്കിൽ മൂൺ എന്ന് പറയാം. ഡി എന്ന് വെച്ചാൽ ആരാ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 viewpoints or observation. ഈ തീറ്റ എന്ന് വെച്ചാൽ ആരാണ്? തീറ്റയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാരലാക്റ്റിക് ആംഗിൾ എന്ന് വിളിക്കുക. തീറ്റ ഈസ് പാരലാക്റ്റിക് ആംഗിൾ. നമുക്കറിയാം ഡി ഈക്വൽ ടു ബി ബൈ തീറ്റ എന്നെടുക്കാം. ഡി അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഡി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഡി ആണല്ലോ ഡിസ്റ്റൻസ്. എർത്തിൽ നിന്നും മൂൺ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? Yes, that will be given by, that is given as b by theta. b എന്ന് വെച്ചാൽ എർത്തിലുള്ള 2. ഇത് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ബി തന്നിട്ടുണ്ടാവും, തീറ്റ തന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഫൈൻഡ് ഡി, ദാറ്റ്സ് ഇറ്റ്. ഡി ഈക്വൽ ടു ബി ബൈ തീറ്റ. അതാണ് പാരലാക്സ് മെത്തേഡ്. ഇനി മറ്റൊരു കാര്യം, ഇതെങ്ങനെ ശരിക്കും കിട്ടിയത്? ഇത് ശരിക്കും കിട്ടിയ എങ്ങനെയാണ്? നമുക്കറിയാം, ഒരു സർക്കിളിന്റെ ഒരു പീസ് എടുത്തു. ഇങ്ങനെ എടുക്കാം. ഇതൊരു സർക്കിളാണ്. സർക്കിളിന്റെ ഒരു പീസ് എടുത്തു. സർക്കിളിന്റെ റേഡിയസ്, സർക്കിളിന്റെ ആർക്ക്, സർക്കിളിന്റെ തീറ്റ, ഇങ്ങനെ ഒരു സാധനം. ഈ ഒരു പീസ് എടുത്തു സർക്കിളിന്റെ. ഓക്കെ, ഇത് ആർ, ഇത് എക്സ്, ഇത് തീറ്റ. ഇതില് എക്സ് എന്ന് വെച്ചാൽ ആരാണ്? ആർക്കല്ലേ? ആർക്കല്ലേ? ആർക്ക് ബൈ റേഡിയസ് ആണ് എന്ത്? തീറ്റ ഈക്വൽ ടു. ഇതിനെ നമ്മൾ എന്താണ് പറയുക? ചാപം അല്ലെ? ചാപം ഡിവൈഡഡ് ബൈ ആരം will give you this angle theta. അപ്പൊ ഇതിൽ നിന്നുമാണ് ഇപ്പൊ നമ്മൾ പാരലാക്സ് മെത്തേഡ് എടുത്തപ്പോ ഒന്നുമില്ല, ഈ എക്സിനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തു എന്ന് മാത്രം. അപ്പൊ എന്ത് വരും? നമ്മുടെ ഡയഗ്രത്തില് ഈ എക്സിന് പകരം നമ്മൾ എന്തായിരുന്നു എടുത്തിരുന്നത്? എക്സിന് പകരം നമ്മൾ എന്താണ് എടുത്തിരുന്നത്? ബി അല്ലേ? ബി ബൈ റേഡിയസ് എന്താണ് എടുത്തിരുന്നത്? ഡി ഈക്വൽ ടു തീറ്റ. അപ്പൊ ഡി ഈക്വൽ ടു എന്ത് എഴുതാം? ബി ബൈ തീറ്റ.
അത് കിട്ടിയിരിക്കുന്നത് ശരിക്കും ഈ ഇക്വേഷൻ ആണ്. So this is the method used for measuring large distances. This is the method used for measuring large distances. വായിച്ചാലോട്ടെ? Yes. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ എന്താണ് ടൈപ്സ് ഓഫ് എറേഴ്സ് നമുക്ക് ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കുട്ടികളെ ടൈപ്സ് ഓഫ് എറർ? എത്ര ടൈപ്പ് എറർ കണ്ടുപിടിക്കാം? നമ്മുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ എററുകളാണ് നമ്മൾ പഠിച്ചിരുന്നത് ഓർക്കുന്നുണ്ടോ? Absolute error, ആ, relative error, percentage error. ഇനി അതിന്റെ കൂടെ കുറച്ച് ടൈപ്പ് ഒരു എററും കൂടി പഠിക്കാനുള്ളത്. ആദ്യത്തത് വേണമെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് എറർ എന്ന് പറയാം. ഫസ്റ്റ് വൺ ഈസ് കോൺസ്റ്റന്റ് എറർ. കോൺസ്റ്റന്റ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു സ്കെയില് കൃത്യമല്ല എന്ന് വിചാരിക്കുക. സ്കെയിലിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതില് കൃത്യമായിട്ട് റീഡിങ്സ് നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താക്കും? നിങ്ങൾ എടുക്കുന്ന എല്ലാ മെഷർമെന്റിലും ഈ ഒരു എറർ കണ്ടിന്യൂസ് ആയിട്ട് വരൂലേ, കയറി വരൂലേ? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? സ്കെയിലില് കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ തെറ്റ് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന മെഷർമെന്റുകളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് തെറ്റിക്കൊണ്ടുപോകും. അപ്പൊ അതാണ് എന്താണ് കോൺസ്റ്റന്റ് എറർ. അതായത് if the readings are taken with same instrument, അതാണ് നമ്മൾ പറയുക. if the readings are taken with the same instrument, നമ്മൾ എന്ത് പറയും അതിന്? കോൺസ്റ്റന്റ് എറർ എന്ന് പറയും. ഇനി രണ്ടാമത്തെ എറർ ആണ് സിസ്റ്റമാറ്റിക് എറർ. രണ്ടാമത്തെ എറർ ആണ് സിസ്റ്റമാറ്റിക് എറർ. അത് നമ്മൾ 4 രീതിയിലാണ് അത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ എറർ ഇൻസ്ട്രുമെന്റൽ എറർ. എന്തായിരിക്കും ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് വെച്ചാൽ? നമ്മൾ ആദ്യം പറഞ്ഞ പ്രശ്നം തന്നെയാണ്. ആദ്യത്തെ കോൺസ്റ്റന്റ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? if the readings are taken using the same instrument, ഒരേ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരേ എന്താണ് വെയിങ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എറർ സംഭവിക്കാം. ആ എറർ കോൺസ്റ്റന്റ് ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യും. ഇനി രണ്ടാമത്തെ എറർ സിസ്റ്റമാറ്റിക് എറർ ആണ്. അതിലുള്ള ആദ്യത്തെ എറർ ഏതാണ്? ഇൻസ്ട്രുമെന്റൽ എറർ. ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ if the readings are taken using a defected instrument, ഓൾറെഡി പ്രശ്നം ഉള്ള ഒരു വെയിങ് മെഷീനിൽ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇറ്റ് ഹാസ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയുക. രണ്ടാമത്തത് പേഴ്സണൽ എറർ. എന്താണ് പേഴ്സണൽ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? പേഴ്സണൽ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് റീഡിങ് എടുക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്ക്. ഇപ്പൊ ഞാൻ
ഒരു ലെങ്ത് മെഷർ ചെയ്തു, എ മുതൽ ബി വരെ ലെങ്ത് മെഷർ ചെയ്തു. അപ്പൊ ഇത് മെഷർ ചെയ്തപ്പോൾ 10 സെന്റിമീറ്റർ ആണ് ഉണ്ടായിരുന്നത്. അത് മെഷർ ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ എഴുതിയെടുക്കുമ്പോൾ 9.9 ഒക്കെ എഴുതിയെടുക്കാൻ സാധ്യതയുണ്ട്. തെറ്റ് ഇത് കറക്റ്റ് നോക്കി എഴുതുമ്പോൾ കറക്റ്റ് ഇതിന്റെ ലാസ്റ്റത്തെ പോയിന്റ് ചിലപ്പോൾ 10ന് പകരം 9.9 നോക്കി കഴിഞ്ഞാൽ അവിടെ എറർ വരും. അത് പേഴ്സണൽ എറർ ആണ്. ഇനി മൂന്നാമത്തേത് ഡ്യൂ ടു imperfection. Due to imperfection എന്ന് വെച്ച് കഴിഞ്ഞാൽ this is due to imperfection experimental setup. This is due to imperfection experimental setup. എക്സ്പെരിമെന്റൽ സെറ്റപ്പ് കൃത്യമായിട്ട് വെക്കാതിരിക്കുമ്പോൾ പറ്റുന്ന പ്രശ്നം. അണ്ടർസ്റ്റുഡ് ആണ്, സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇനി നാലാമത്തത് due to external causes. Due to external causes എന്ന് വെച്ചാൽ ഇപ്പോ നിങ്ങളുടെ വെയിറ്റ് മെഷർ ചെയ്തുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വൽ വെയിറ്റ് ആയിരിക്കില്ല നമ്മുടെ വെയിങ് മെഷീനിൽ കിട്ടുക. അപ്പൊ അവിടെ വിൻഡാണ് എക്സ്റ്റേണൽ എറർ ആയത്. ഇനി ചിലപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ അങ്ങനെ ഓരോ ക്വാണ്ടിറ്റിയും മെഷർ ചെയ്യുമ്പോൾ ഡ്യൂ ടു ദ എഫക്ട് ഓഫ് എക്സ്റ്റേണൽ factors there will be error in your measurement, so that is called due to external causes. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യം പറഞ്ഞ ഇതെന്താണ് പറ? കോൺസ്റ്റന്റ്. യെസ്, ആദ്യത്തെ എറർ കോൺസ്റ്റന്റ് എറർ. അത് if the readings are taken along, I mean using same instrument. രണ്ടാമത്തെ എറർ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് സിസ്റ്റമാറ്റിക് എറർ. സിസ്റ്റമാറ്റിക് എററിൽ 4 എററുകൾ. ഇൻസ്ട്രുമെന്റ് എറർ, പേഴ്സണൽ ഏതാണ് മൂന്നാമത്തെ ഡ്യൂട്ടി ഇംപെർഫെക്ഷൻ. ഡ്യൂട്ടി ഇംപെർഫെക്ഷൻ. ആദ്യത്തേത് ഇൻസ്ട്രുമെന്റൽ എറർ, രണ്ടാമത്തേത് പേഴ്സണൽ എറർ, മൂന്നാമത്തേത് ഡ്യൂ ടു ഇംപെർഫെക്ഷൻ. It is due to imperfection in the experimental setup. It is due to the imperfection in the experimental setup. Experimental setup ലുള്ള imperfection കാരണം. ഓക്കെ, അതാണ് എന്ത് വരിക. ഇപ്പൊ നിങ്ങൾ ഫിസിക്സ് ലാബില് അല്ലെങ്കിൽ കെമിസ്ട്രി ലാബിലൊക്കെ പല എക്സ്പെരിമെന്റുകളൊക്കെ ചെയ്യും. എന്തിനാണ്? ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് പ്രോപ്പർ ആയിട്ട് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റീഡിങ്സും നമുക്ക് കിട്ടുന്ന വാല്യൂസും തെറ്റായിരിക്കും. അതാണ് ഡ്യൂ ടു ഇംപെർഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നാലാമത്തെ എറർ ഏതാണ്? നാലാമത്തെ എറർ ഡ്യൂ ടു എക്സ്റ്റേണൽ കോസസ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എറർ ആണ് റാൻഡം എറർ. മൂന്നാമത്തെ ടൈപ്പ് എറർ ആണ് റാൻഡം എറർ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഇറഗുലർ ആയിട്ട് സംഭവിക്കുന്ന എററാണ്. ഇതിനൊരു പ്രത്യേക കാരണവും നമുക്ക് പറയാൻ പറ്റില്ല. So this is also called as accidental error. റാൻഡം എറർ. റാൻഡം എററിന് നമുക്ക് പോയിന്റ് എങ്ങനെയാണ് എഴുതുക? ഇത് ഇറ്റ് ഹാപ്പൻസ് ഇറഗുലർലി. അതേപോലെ തന്നെ ഇത് ഇറഗുലർ ആയിട്ട് സംഭവിക്കുന്ന എററാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണ് പറയുക? ഇതിന്റെ ഇറ്റ് ഹാസ് നോ ഡെഫിനിറ്റ് കോസ്. ദർ ഇസ് നോ ഡെഫിനിറ്റ് കോസ്. കൃത്യമായ ഒരു കാരണം നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ആക്സിഡന്റൽ എറർ. ഇനി നാലാമത്തെ എറർ ആണ് ഏത്? നാലാമത്തെ എറർ നമുക്ക് വേണമെങ്കിൽ
ഗ്രോസ് എറർ എന്ന് പറയാം. ഇത് ശരിക്കും വരുന്നത് പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നമാണ്, കെയർലെസ്നെസ്. മെഷീൻസും അതേപോലെ തന്നെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എല്ലാം കൃത്യമായിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, അത് കൃത്യമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ആദ്യത്തെ ഒരു എറർ നമ്മൾ പറഞ്ഞിരുന്നു, ഏതാണ്? ഡ്യൂ ടു ഇംപെർഫെക്ഷൻ എറർ പറഞ്ഞല്ലോ. അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യന്റെ പ്രശ്നമല്ല, പിന്നെയോ ആ അപ്പാരറ്റസിന്റെ തന്നെ പ്രശ്നം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു മൈക്രോസ്കോപ്പ് ഉണ്ട്, മൈക്രോസ്കോപ്പിന്റെ തന്നെ ഒരു പ്രശ്നം, ഇംപെർഫെക്റ്റ്, പ്രോപ്പർ അല്ലാത്ത അപ്പാരറ്റസ്. പക്ഷെ പേഴ്സണൽ എറർ ആയിരിക്കും എന്താണ്, നിങ്ങളുടെ കയ്യിൽ കൃത്യമായ മൈക്രോസ്കോപ്പ് ഉണ്ട്, പക്ഷെ അത് എന്താണ്, നമുക്ക് വേണ്ടതുപോലെ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, അതാണ് ഗ്രോസ് എററിൽ വരുന്നത്. അതായത് ഇംപ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദ അപ്പാരറ്റസ്. ഗ്രോസ് എറർ രണ്ട് ടൈപ്പ് ഉണ്ട്, രണ്ട് കാരണങ്ങൾ വേണമെങ്കിൽ പറയാം. ഒന്ന് ഡ്യൂ ടു ഇംപ്രോപ്പർ എന്താണ്, ഇംപ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദ അപ്പാരറ്റസ്. ഇംപ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അപ്പാരറ്റസ്, ഇംപ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അപ്പാരറ്റസ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാരണം മിസ്റ്റേക്സ് വൈൽ റെക്കോർഡിംഗ് ദ റീഡിങ്സ്. മിസ്റ്റേക്സ് വൈൽ റെക്കോർഡിംഗ് ദ റീഡിങ്സ്. ഇത് പേഴ്സണൽ എറർ അല്ല വന്നിരിക്കുന്നത്, ഇതൊരു വ്യക്തിയുടെ തന്നെ പ്രശ്നമാണല്ലോ, കൃത്യമായിട്ട് നോക്കി എഴുതാത്ത പ്രശ്നം. അപ്പൊ ഗ്രോസ് എറർ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് വരിക. അതായത് പ്രധാന കാരണം ഇതേ ഉള്ളൂ, കെയർലെസ്നെസ് ഓഫ് ദ പേഴ്സൺ. അതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഉണ്ടാവാറ്. ഒന്ന് ഇംപ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദ അപ്പാരറ്റസ്, രണ്ടാമത്തത് മിസ്റ്റേക്സ് വൈൽ റെക്കോർഡിംഗ് ദ റീഡിങ്സ്. അപ്പൊ ഈ രണ്ട് കാരണങ്ങളാണ് ഏതിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഗ്രോസ് എറർ. ഇനി നിങ്ങൾക്ക് 4 കഴിഞ്ഞല്ലോ. 5ാമത്തെ എറർ നിങ്ങൾ കേട്ടിട്ടുള്ള എററാണ് ആബ്സല്യൂട്ട് എറർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആബ്സല്യൂട്ട് എറർ എന്താണ് പറയൂ കുട്ടികളെ. ആബ്സല്യൂട്ട് എറർ നമുക്കിപ്പോ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷർഡ് വാല്യൂ. എക്സാക്ട്ലി, വെരി ഗുഡ്. 6ാമത്തെ ഏതാണ്? മീൻ ആബ്സല്യൂട്ട് എറർ. മീൻ ആബ്സല്യൂട്ട് എറർ എന്താണെന്ന് അറിയാം. 7ാമത്തെ എറർ ഏതാണ്? റിലേറ്റീവ് എറർ. വെരി ഗുഡ്. 8ാമത്തെ എറർ ഏതാണ്? പെർസെന്റേജ് എറർ. വെരി ഗുഡ്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം വരുന്ന എറർ ഏതാണെന്ന് പറ. 5, 6, 7, 8 അല്ലെ? അതിലും ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് 7ഉം 8ഉം ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ എററുകൾ ആദ്യം പറഞ്ഞു തന്നത്. മറ്റേത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതിന്റെ റീസൺസ് ജസ്റ്റ് ഒന്ന് കൃത്യമായിട്ട് ഓർമ്മിച്ചു വെക്കുക. വാല്യൂ അല്ലേ? എന്താണ് മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂ അല്ലേ? അല്ല, മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ ആ ടേബിളിൽ ഒന്ന് പ്രോബ്ലം ചെയ്ത് ഓർക്കുന്നില്ലേ, അതിൽ ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3 അതിനെല്ലാം ആഡ് ചെയ്തിട്ട് അതിന്റെ മീനാണ്. അപ്പൊ ആബ്സല്യൂട്ട് എററും മീൻ ആബ്സല്യൂട്ട് എററും വേറെ അല്ലേ? ആബ്സല്യൂട്ട് എറർ ഇപ്പൊ ഓരോരുത്തർക്ക്, ഇപ്പൊ ആദ്യത്തെ മെഷർമെന്റ് A1 എന്ന് വിചാരിക്കുക. അപ്പോ മോഡുലസ് ഓഫ് A bar മൈനസ് A1, അതാണ് ഡെൽറ്റ A1. അതാണ് ആദ്യത്തെ മെഷർമെന്റിന്റെ ആബ്സല്യൂട്ട് എറർ. അങ്ങനെ A2ന്റെ ആബ്സല്യൂട്ട് എറർ പ്രത്യേകം കണ്ടുപിടിക്കുക. അങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് അവസാനം ഈ ആബ്സല്യൂട്ട് എററുകളുടെ എല്ലാം മീൻ എടുത്തു കഴിഞ്ഞാലാണ് മീൻ ആബ്സല്യൂട്ട് എറർ വരിക, ഡെൽറ്റ A bar. ഓക്കെ, ഇനി എററിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറ. എറർ പ്രൊപ്പഗേഷൻ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. വെരി ഗുഡ്.
ഇനി അതേപോലെ തന്നെ നമ്മളിപ്പോ ലാർജ് ഡിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഷോർട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള എന്ത് ഷോർട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡ്. അതിനുള്ള ഒരു ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഡിവൈസിന്റെ പേരാണ് എന്താണെന്നറിയാമോ? ഷോർട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഡിവൈസിന്റെ പേരാണ് വെർനിയർ കാലിപ്പർ. പഠിച്ചിട്ടുണ്ടോ ഇത്? ഇല്ല, സാറൊന്ന് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. വെർനിയർ കാലിപ്പർ. ഇത് ശരിക്കും നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഉള്ളതല്ല. ഇത് ശരിക്കും നമുക്ക് +2 ലാബിൽ ചെയ്യാനുള്ള ഫസ്റ്റത്തെ എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ലാബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് മെത്തേഡ് മനസ്സിലാവും. ഇപ്പൊ വെറുതെ തിയറി പഠിക്കണം എന്നില്ല. ക്ലിയർ? ഇതിൽ നിങ്ങൾക്ക് നീറ്റിന് ക്വസ്റ്റ്യൻ വരും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അത് പറഞ്ഞു കയ്യിൽ ഈ സാധനം കിട്ടാതെ വെറുതെ അത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇത് നീറ്റിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് എന്ന് പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക, വെർനിയർ കാലിപ്പർ. ക്ലിയർ? ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്, ഒരു കുട്ടി സംശയം ചോദിച്ചിരുന്നു, എന്താണ് ഡിറൈവ് ചെയ്യാനുള്ളത് ഏത് വെച്ചിട്ട്? ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് ഡിറൈവ് ചെയ്യാനുള്ള വഴി എന്താണ്? ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു, ഫോർ എക്സാമ്പിൾ, കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് മാസ് ആൻഡ് വെലോസിറ്റി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കൈനറ്റിക് എനർജിക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക? അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതേണ്ടത് കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു മാസ് ആൻഡ് വെലോസിറ്റി എന്ന് എഴുതി. ഇനി ഇതിന് ഒരു പവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എത്രയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് m⁻x എന്നും v⁻y എന്നും എഴുതി. അടുത്ത സ്റ്റെപ്പില് കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല എത്രയാ? എനർജിക്കും വർക്കിനും സെയിം ഡയമെൻഷണൽ ഫോർമുലയാണ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല mL⁻² ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എന്ത് വരും? കൈനറ്റിക് എനർജിക്ക് എന്ത് വരും? mL²T⁻². എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ എഴുതി. പ്രൊപ്പോർഷണൽ ടു മാസിൻ്റെത് m⁻x, വെലോസിറ്റിയുടേത് L⁻⁻⁻⁴ ഈ സ്റ്റെപ്പ് എഴുതാൻ അറിഞ്ഞാൽ മാത്രമേ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഇവിടെ നോക്കൂ, കൈനറ്റിക് എനർജിക്ക് പകരം എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല എഴുതി. ഓക്കെ, മാസിന് പകരം മാസിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതി. വെലോസിറ്റിക്ക് വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എഴുതി. m⁻x v⁻y ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എന്ത് ചെയ്താൽ മതി? ബ്രാക്കറ്റ് റൈറ്റ് സൈഡിൽ ഓപ്പൺ ചെയ്യുക. mL²T⁻² പ്രൊപ്പോർഷണൽ ടു m⁻x L⁻y T⁻−y. ശരിയല്ലേ? ശരിയാണോ? തെറ്റ് പറ്റിയിട്ടുണ്ടോ നോക്കിയാ? ഇല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിലും m ഉണ്ട്, റൈറ്റ് സൈഡിലും m ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ m-ന്റെ പവർ എത്രയാണ്? x. ഇവിടെ എത്രയാണ്? 1. അപ്പൊ x = 1 എന്ന് എഴുതാം. ഇനി ലെഫ്റ്റ് സൈഡിൽ L ഉണ്ട്, റൈറ്റ് സൈഡിൽ L ഉണ്ട്. റൈറ്റ് സൈഡിൽ L-ന്റെ പവർ y, ലെഫ്റ്റ് സൈഡിൽ 2 എന്ന് എഴുതാം. y = -2 ആണ്, എന്നാലും y = 2 തന്നെ. ഇനി നമ്മൾ നേരെ ഈ ആദ്യത്തെ ഇക്വേഷനിലേക്ക് പോയി. ഈ ഇക്വേഷനിലുള്ള എക്സിന്റെയും വൈന്റെയും വില കണ്ടുപിടിക്കലാണ് നമ്മുടെ പ്രധാന പണി. ഓക്കെ, അപ്പൊ അവിടെ എക്സിന് പകരം നമുക്ക് അവിടെ എങ്ങനെ മാറ്റി എഴുതാം? കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു മാസ് ഇൻറ്റു മാസിന്റെ പവർ x ആണ്.
എക്സ് എത്രയാണ് ഇപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്നത് 1. അപ്പൊ എം അതേപോലെ എഴുതാം. ഇനി വി ഇൻറ്റു വിയുടെ പവർ y ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ കിട്ടിയിരിക്കുന്നത് 2. അപ്പോൾ വി സ്ക്വയർ എന്ന് എഴുതി. കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു എം വി സ്ക്വയർ എന്ന് എഴുതി. ഇനി ഇതിന്റെ ഈക്വൽ ടു കൈനറ്റിക് എനർജി ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എം വി സ്ക്വയർ എന്ന് എഴുതിയാലും മതി പരീക്ഷക്ക്. ഓക്കെ, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് അവിടെ ഈക്വൽ ടു എന്ന് എഴുതി കഴിഞ്ഞാൽ എന്നാലും മതി. ഇനി ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അറിയുന്നവർ അത് എഴുതിച്ചോളാം. എന്താണ് ഹാഫ് എം വി സ്ക്വയർ. ആ ഹാഫ് അറിയില്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് എഴുതിയാലും മതി. സോ ദിസ് ഇസ് ദ മെത്തേഡ്. അപ്പൊ ആദ്യം നമ്മുടെ ചോദ്യത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ അറിയണം. അത് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് കണ്ടുപിടിച്ചെഴുതുക. ഇനി ചിലപ്പോൾ ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ അത് ടൈം പീരീഡ് മെഷർ ചെയ്യുന്നത് ടിയിലാണ്. അപ്പൊ ടി മാത്രം വരും ലെഫ്റ്റ് സൈഡ്. ഇനി ചിലപ്പോൾ ഫോഴ്സ് ഡിപ്പെൻസ് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും MLT⁻⁻2 എന്ന് വരും. അപ്പൊ അങ്ങനെയാണ് അത് എഴുതി പോവുക. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഇനി ഏതാണ് അടുത്ത സംശയമുള്ള ടോപ്പിക് പറയൂ. ഇനി ഏതെങ്കിലും ടോപ്പിക് നമ്മൾ മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടോ? സാർ ഇതിന് മുന്നത്തെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തില്ലേ? അതില് അല്ല അതിലൊന്നുമില്ല, അതിൽ അപ്ലോഡ് ചെയ്തില്ല. അറിയില്ലല്ലോ. യു ആസ്ക് മിസ്റ്റർ RD സർ. അടുത്തൊരു സാധനം കൂടി എഴുതിക്കോ. ലീസ്റ്റ് കൗണ്ട്. അടുത്തത് നിങ്ങൾ എഴുതേണ്ടത് ലീസ്റ്റ് കൗണ്ട്, LC എന്നാണ് അതിനെ പറയുക. ലീസ്റ്റ് കൗണ്ട്. നിങ്ങളുടെ സാധാരണ ഉപയോഗിക്കുന്ന സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? ഏറ്റവും ചെറിയ മെഷർമെന്റ് എത്രയാണ്? ഞാൻ പറയുന്നത് കേൾക്കാമോ? 1 മില്ലിമീറ്റർ അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലില് 1 സെന്റിമീറ്ററിന്റെ ഉള്ളിൽ 10 ഡിവിഷൻ ആണുള്ളത്. അപ്പൊ നമുക്ക് 1 മില്ലിമീറ്റർ ലെങ്ത് ആ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ചെറിയൊരു മെഷർമെന്റ് എടുക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ നമ്മുടെ ഉപയോഗിക്കുന്ന സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഓരോ ഡിവൈസ് ഉപയോഗിക്കുമ്പോഴും ഓരോരോ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുമ്പോഴും അതിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു വാല്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുക. ലീസ്റ്റ് കൗണ്ട്. അപ്പോ എഴുതിക്കോളൂ. ഫോർ ഓൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് there is a limit. For all measuring instruments there is a limit. For all measuring instruments there is a limit up to which measurements can be taken accurately. For all measuring instruments there is a limit up to which measurements can be taken accurately. This is called least count. എന്താണ്? This is called least count. Which എന്താണ്? For all measuring instruments there is a limit up to which measurements can be taken accurately. This is called least count. Okay.
നമ്മൾ റൗണ്ടിങ് ഓഫ് പറഞ്ഞിരുന്നില്ലേ? നോ. പറഞ്ഞിട്ടുണ്ടല്ലോ, റൗണ്ടിങ് ഓഫ് സിഗ്നിഫിക്കന്റ് പറഞ്ഞിട്ടില്ലേ? സാറാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ പോയിന്റ്സും പിന്നെ കുറച്ച് എക്സാമ്പിൾസും തന്നിട്ട് എത്ര നമ്പർ ഓഫ് അല്ലല്ല മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും ആഡ് ചെയ്യുമ്പോഴും സിഗ്നിഫിക്കന്റ്, അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഇതില് 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്, വേറൊന്നില് പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടില്ല. ഉണ്ട്. നോട്ട് ചെക്ക് ചെയ്യൂ, നോട്ട് ഒന്ന് ചെക്ക് ചെയ്യൂ. ഇല്ല, ഒന്നുമില്ല, സിമ്പിൾ ടോപ്പിക് ആണത്. നോട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. എക്സാമ്പിൾ തന്നെ പറഞ്ഞിരുന്നു. ആ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അതും കൂടി പറഞ്ഞിരുന്നു. ഓക്കെ ഫൈൻ. സിഗ്നിഫിക്കന്റ് ഫിഗറിൽ നിങ്ങൾക്ക് ഒരു ഹോംവർക്കും കൂടി തരികയാണ്. യൂണിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ മാറുക? ഇപ്പൊ ഉദാഹരണത്തിന് ജസ്റ്റ് അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 2. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? അതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അതൊന്ന് നിങ്ങൾ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് യുവർ വർക്ക്. പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് പഠിപ്പിച്ചിട്ടുണ്ടോ? ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് എഴുതിക്കോ. ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. First one, this method gives no information. 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 Constant. Dimension less constant. Dimensionless constant. This method gives no information about dimensionless constants. ഇനി രണ്ടാമത്തെ എന്താണ്? ലിമിറ്റേഷൻ ആണ്. സാർ ആ പോയിന്റ് ഒന്നുകൂടി പറയോ? This method gives no information about dimensionless constants. ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റന്റുകളെ കുറിച്ച് നമുക്ക് ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തേത്, we cannot use this method. We cannot use this method. We cannot use this method if the physical quantity depends on. We cannot use this method if the physical quantity depends on. We cannot use this method if the physical quantity depends. We cannot use this method if the physical quantity depends on more than 3 other physical quantities. More than 3 physical quantities. This method cannot be used if the physical quantity depends on more than 3 other physical quantities. ഇനി മൂന്നാമത്തെ. This method cannot be used. This method cannot be used. This method cannot be used. This method cannot be used if the left hand side of the equation, if the left hand side of the equation, if the left hand side of the equation contains more than one term, contains more than one term.
contains more than one term. ഇനി നാലാമത്തെ limitation, it is difficult to guess the parameters. It is difficult to guess the parameters. It is difficult to guess, G-U-E-S-S, guess the parameters on which the physical quantity depends. On which the physical quantity depends. On which the physical quantity depends. ഒന്നുകൂടി repeat ചെയ്യൂ. നാലാമത്തെ അല്ലേ? Yes. It is difficult to guess the parameters on which physical, അതായത് നമ്മൾ പറയാറില്ലേ ഇപ്പൊ kinetic energy proportional to mass velocity, അത് നമുക്ക് കൃത്യമായിട്ട് ഗസ് ചെയ്യാൻ പറ്റൂല എല്ലാ സമയത്തും. It is difficult to guess the parameters on which physical quantity depends. ബാക്കിയെല്ലാം ക്ലിയർ അല്ലേ? ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ഡയമെൻഷൻ ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാ കോൺസ്റ്റന്റുകൾക്കും ഡയമെൻഷൻ ഇല്ല, ചില കോൺസ്റ്റന്റുകൾക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പൊ അത് വരുമ്പോൾ പ്രശ്നം വരും. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ MLT എന്ന് പറയുന്ന മൂന്നാളുകൾ മാത്രമാണല്ലോ, അതിൽ കൂടുതൽ വരുന്ന സമയത്ത് പ്രശ്നം വരും. നാലാമത്തത് ലെഫ്റ്റ് സൈഡിൽ രണ്ട് ക്വാണ്ടിറ്റി വന്നു കഴിഞ്ഞാലും പ്രശ്നം വരും. അഞ്ചാമത്തതാണ് ഇപ്പൊ പറഞ്ഞത്, നമുക്ക് ഗസ് ചെയ്യാൻ പറ്റൂല. ഇനി നമുക്ക് പറയേണ്ട കാര്യം okay, that's enough. Yes, anything else? എവിടെയെങ്കിലും ഇനി വേറെ സംശയം ഉണ്ടെങ്കിൽ പറ. If you have any doubt. സാർ ഫസ്റ്റിലൊരു ഹോംവർക്ക് ഒന്നുമില്ലേ, 1 കിലോഗ്രാം എന്നൊക്കെ? ഏതാണ് ആ 1 മീറ്റർ 1 കിലോഗ്രാം ഒക്കെ ഡെഫിനേഷൻ എഴുതണേ. അതിന്റെ ബാക്കിയുള്ള പറയൂ. 1 സെക്കൻഡ് 1 സെക്കൻഡിന്റെ ഡെഫിനേഷൻ വേണം അല്ലേ? ഇനിയുണ്ടല്ലോ ബാക്കിയുള്ളതൊക്കെ. 1 സെക്കൻഡ് ഇനിയുണ്ടല്ലോ. അതിന്റെ അത് നിങ്ങൾ ഒരു തവണ നോക്കിയിരുന്നോ? നോക്കിണ്ടായിരുന്നു. അപ്പോ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആരുടെ യൂണിറ്റ് ആണ്? ടൈമിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9, 19, പിന്നെ എത്രയാണ്? 26, 31, 770 periods of a cesium clock. അതായത് സീഷ്യം ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സീഷ്യം മെറ്റൽ ഉണ്ടല്ലോ. So 1 second is defined as the time interval in which an electron in a cesium atom jumps this much time between different energy levels. അതായത് സീഷ്യം എന്ന് പറയുന്ന സാധനം, സീഷ്യം എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് അല്ലേ? അപ്പൊ സീഷ്യം ആറ്റത്തിലുള്ള ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ജംപ്സ്. ആറ്റത്തിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഈ നമ്പർ ആദ്യം നോട്ട് ചെയ്യൂ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ആ നമ്പർ നോട്ട് ചെയ്യുക. അതായത് ബേസിക്കലി സീഷ്യം ആറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുക? സീഷ്യം ആറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് ടൈമിന്റെ യൂണിറ്റ് ആയ സെക്കൻഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ? ന്യൂക്ലിയസിൽ ആരൊക്കെയാ ഉള്ളത്? ചുറ്റും
ഷെല്ലുകളിൽ ആരുണ്ട്? ഇലക്ട്രോൺസ്. ഓക്കെ. ഈ ഓരോ ഷെല്ലിനും ഓരോരോ എനർജി ലെവലാണ്. ഈ ഷെല്ലിന് എനർജി ലെവൽ കൂടുതലായിരിക്കും അതിനേക്കാളും. അപ്പൊ ഓരോ ഷെല്ലുകൾക്കും ഓരോ എനർജി ലെവലുണ്ട്. അപ്പൊ ഇലക്ട്രോൺസ്, ഇവിടെയുള്ള ഇലക്ട്രോൺ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എനർജി ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് പോവുക. ഇനി ഇവിടെയുള്ള എനർജി ഇങ്ങോട്ടേക്ക് താഴോട്ട് വരുമ്പോൾ എനർജി ലിബറേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോ ഇലക്ട്രോൺസിന്റെ ഈ ജമ്പിങ് ഉണ്ടാകുമ്പോൾ എന്താവശ്യമുണ്ട്? എനർജി ആവശ്യമുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിലേക്ക് ഈ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുന്നത്, വെറുതെ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യൂല. ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് നമ്മൾ എന്ത് കൊടുക്കണം? എന്തെങ്കിലും ഒരു റേഡിയേഷൻ കൊടുക്കണം. റേഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ലൈറ്റ്, ഇറ്റ് ക്യാൻ ബി ഗാമ റേസ്, ഇറ്റ് ക്യാൻ ബി എക്സ് റേസ്, എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഗാമ റേസ്, എക്സ് റേസ് പോലെയുള്ള റേഡിയേഷൻസ് എക്സ്പോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതിലുള്ള ഇലക്ട്രോൺസിന് ജമ്പിങ് സംഭവിക്കുന്നു. ക്ലിയർ? അപ്പൊ എത്ര തവണ ജമ്പ് ചെയ്യുന്നു ഇത്? ഒരു തവണയാണോ ജമ്പ് ചെയ്യുക? അല്ല. ഇത് ജമ്പ് ചെയ്യുന്നത് ഈ ഇലക്ട്രോൺസിന് ഇത്രയും പ്രാവശ്യം ജമ്പ് ചെയ്യാൻ എത്ര സമയം വേണോ അതാണ് 1 സെക്കൻഡ്. സീഷ്യം ആറ്റത്തിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോണുകൾക്ക് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ റേഡിയേഷൻ കൊടുത്തു കഴിയുമ്പോൾ ആ ഇലക്ട്രോണുകൾക്ക് എത്രയാണത്? 919,26,31,770 തവണ ജമ്പ് ചെയ്യാൻ എത്ര സമയം ആവശ്യമുണ്ട്? 1 സെക്കൻഡ്. Is that clear? സീഷ്യം ആറ്റത്തിലേക്ക് ഒരു പർട്ടിക്കുലർ റേഡിയേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോണുകൾക്ക് ഇലക്ട്രോണ് ജമ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും ടൈം ജമ്പ് ചെയ്യാൻ 1 സെക്കൻഡ് ആവശ്യം. It is the definition of 1 second. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് പഠിച്ചിരിക്കണം? ഇതിന്റെ യൂണിറ്റ്. ഏതിന്റെ? സെക്കൻഡിൽ പ്രധാനപ്പെട്ട വരുന്ന സെക്കൻഡിന്റെയും മീറ്ററിന്റെയും, അതേപോലെ തന്നെ സെക്കൻഡ്, മീറ്റർ, കിലോഗ്രാം, പിന്നെ ആംബിയർ നിങ്ങൾക്ക് വരും. ആംബിയർ പഠിക്കേണ്ട. ആംബിയർ +2 വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. 4ാമത്തെ ചാപ്റ്ററിൽ. +2 നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ എന്താണ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതിൽ ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. രണ്ട് പാരലൽ സ്ട്രേറ്റ് ലൈൻസ്, പാരലൽ സ്ട്രേറ്റ് വയർ, ഇതിലൂടെ 2 കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. I എന്ന് പേരുള്ള ഒരു കറണ്ടും ഇവിടെ വേറൊരു I2 എന്ന് പേരുള്ള കറണ്ടും. ഈ 2 വയറുകൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് 1 മീറ്റർ എപ്പാർട്ട് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ഈ 2 വയറുകൾ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 4π × 10⁻⁻⁷ ന്യൂട്ടൺ ആണെങ്കിൽ ഈ പോകുന്ന കറണ്ട് എത്രയാണ്? 1 ആംപിയർ ആണെന്നാണ് ഡെഫിനിഷൻ. So if 2 parallel straight lines kept in air separated by 1 meter having a repulsive force of magnitude 4π × 10⁻⁷ Newton, then the current flowing through those 2 conductors is 1 ampere. അതാണ് ഡെഫിനിഷൻ. ഇനി ഇത് അത് മാത്രമല്ല, ഇത് നിങ്ങൾ +2 ഈ വാല്യൂ എങ്ങനെയാ കിട്ടിയെന്നുള്ളത് കറക്റ്റ് പഠിക്കും. μ0/4π I1I2/r² എന്നുള്ള ഒരു ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കും. അത് കുഴപ്പമില്ല. സോ ദാറ്റ് വിൽ ബി സ്റ്റഡീഡ് ലേറ്റർ. 1 ആംപിയർ ഡെഫിനിഷൻ. 1 ആംപിയറിന്റെ ഡെഫിനിഷൻ ആണത് ഇപ്പൊ പറഞ്ഞത്. അതായത് കൂടെ പറയൂ.
രണ്ട് വയർ, ഇതിലൂടെ രണ്ട് കറണ്ട് പാസ് ചെയ്യുന്നു, I1 I2. ഇനി ഈ രണ്ട് വയർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് 1 മീറ്റർ എപ്പാർട്ടാണ്, 1 മീറ്റർ. ഇനി ഈ വയറുകൾക്കിടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. There will be a force between these two wires. ആ ഫോഴ്സിന്റെ വാല്യൂ 4π × 10⁻⁻⁷ ന്യൂട്ടൺ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ കറണ്ട് 1 ആംപിയർ ആണെന്നാണ്. ഇതും 1 ആംപിയർ ആയിരിക്കും, ഇതും 1 ആംപിയർ ആയിരിക്കും. അതാണ് 1 ആംപിയറിന്റെ ഡെഫിനിഷൻ. സോ ഇഫ് ഇറ്റ് ഈസ്, അങ്ങനെയാണ് അതിന്റെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദാറ്റ് കറണ്ട് passing through two parallel straight wires kept 1 meter apart in air, having an attractive or repulsive force of magnitude 4π × 10⁻⁷ Newton. So that is the simplest definition for 1 meter. സർ നിർത്തി പറഞ്ഞായോ? നിർത്തി പറഞ്ഞിട്ടും ഇതൊന്നും മനസ്സിലാതിരിക്കാൻ കാരണം എന്താ അറിയോ? ഇവിടെ ഈ ഫോഴ്സിന്റെ കൺസെപ്റ്റ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ +2 അത് പഠിക്കുക. അതുകൊണ്ടാണ്. എന്നാ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. ഇതല്ല, ആ ഡെഫിനേഷനാണ് പറഞ്ഞു തരണ്ടേ. ഡെഫിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് കറന്റ് പാസിംഗ് ത്രൂ ടു parallel straight wires kept 1 meter apart in air, having a repulsive or attractive force of 4π × 10⁻⁷ Newton. That's it. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഡെഫിനിഷൻ. ഓക്കെ, ഇതേ ഡെഫിനിഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ വേറെ സെന്റൻസുകളായിട്ട് കാണാൻ പറ്റും. ഓക്കെ, so anything else? ഇനി അതേപോലെ തന്നെ കെൽവിൻ എന്ന് വെച്ചാൽ എന്താണ്? വാട്ടറിന് ഒരു ട്രിപ്പിൾ പോയിന്റ് ഉണ്ട്. ട്രിപ്പിൾ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ, ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ, ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. എന്താണ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ? ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടറിന്റെ വാല്യൂ നിങ്ങൾക്കറിയാം, 0.01 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 273.16 കെൽവിൻ. അപ്പോ ആ വാല്യൂല് 273 പോയിന്റ് കെൽവിനിലുള്ള എന്താണ് ഡെഫിനിഷൻ എഴുതിയെടുത്തിട്ടില്ല, നിങ്ങൾ പഠിച്ചിട്ട് ജസ്റ്റ് നോട്ടെങ്കിലും ചെയ്തിട്ടുണ്ടാവില്ലേ? ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടറിനാണ് നമ്മൾ എന്ത് പറയുക? കെൽവിൻ എന്ന് പറയുക. ദാറ്റ്സ് ഇറ്റ്, 1 കെൽവിൻ. ഇനി നിങ്ങൾക്കുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ദാറ്റ്സ് ഡൺ.
ഇനി ഏതെങ്കിലും സംശയം ഉണ്ടോ എന്ന് പറയൂ ഫാസ്റ്റ്. സംശയമുള്ള ഏതാണ്? പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ലെങ്ത്. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ഏതൊക്കെയാണ്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? അത് ഞാൻ ഹോംവർക്ക് ആണല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അല്ല, അതെ എടുത്തിട്ടില്ല. അത് ജസ്റ്റ് നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞാണ്. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് 1 light year, 1 parsec, 1 astronomical unit. അതൊക്കെ ആണോ? അതന്നെ, എക്സാക്ട്ലി. അതൊക്കെ അത് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഈസി അല്ലേ? സി, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഈ ചെറിയ ക്ലാസ്സിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് നീറ്റിന് മാത്രമല്ല ബോർഡ് എക്സാമിനും വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്കുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മൈൻഡും സ്കില്ലും വേണം. അല്ലെങ്കിൽ നിങ്ങൾ എന്തായി മാറും അറിയാം, ലാസ്റ്റ് മണ്ടന്മാരായി മാറും. ഒരൊറ്റ ടോപ്പിക് പോലും ഒറ്റക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറും. പിന്നെ നിങ്ങൾക്ക് ഒരു പുതിയ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് മാറും, പ്രത്യേകിച്ച് നീറ്റിൽ. മനസ്സിലായോ? അതായത് നീറ്റ് ഇപ്പൊ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടി, അപ്പോൾ അതേപോലത്തെ ക്വസ്റ്റ്യന് അല്ലെങ്കിൽ സെയിം ക്വസ്റ്റ്യന് ക്ലാസ്സിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം വരും. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും അങ്ങനെ നടക്കൂലല്ലോ. 180 ക്വസ്റ്റ്യനും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുമോ? നെവർ പോസിബിൾ. അങ്ങനെയല്ലല്ലോ. എല്ലാ കൊല്ലം പുതിയ ഒരു മിനിമം ഒരു 25-30% പുതിയ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാവണം? സെൽഫ് അത് സോൾവ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം. അതിന് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഡിപ്പെൻഡൻസി എന്നുള്ള സംഭവം ഉണ്ടാവാനേ പാടില്ല. ഓക്കെ, അപ്പൊ വളരെ ബേസിക് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒറ്റക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പുതിയ ടോപ്പിക്കിലുള്ള ചെറിയ ചെറിയ വർക്ക് തരാറ്. പക്ഷെ നമ്മൾ തന്ന വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ നിങ്ങൾക്ക് ഒരു പാർസെക്, 1 പാർസെക് എന്ന് വെച്ചാൽ എത്രയാണ്, 1 ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ എത്രയാണ്, ഇതൊക്കെ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഡു ഇറ്റ് കേട്ടോ. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്, പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസ്, അങ്ങനെയുള്ള ടോപ്പിക്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ആ ടോപ്പിക്കിലേക്ക് ഇങ്ങനെ പോകും. സോ യു മസ്റ്റ് ഡു ദാറ്റ്. ദാറ്റ് ഈസ് യുവർ വർക്ക്. ഇനി വേണമെങ്കിൽ എന്താണ് എല്ലാ സാധനവും ഇവിടെ പറഞ്ഞുതരാം. പക്ഷെ അതുകൊണ്ട് വളരെ സിമ്പിൾ കാര്യമില്ല. ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്നും വേണ്ട, ഗൂഗിളിൽ അടിച്ചാൽ തന്നെ ആ സാധനം കിട്ടും. അപ്പൊ അത്ര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങളെ സ്പോയിൽ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എത്രയാണ്? 1 AU. അതേപോലെ പാർസെക്, ലൈറ്റ് ഇയർ, അത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ടോപ്പിക്കിൽ സംശയം ഉണ്ടോ എന്ന് പറയൂ കുട്ടികൾ. ഞാൻ നേരത്തെ വെച്ച നമ്മുടെ ഇതെന്തായി? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞോ? ഇല്ല, ആ ചാപ്റ്റർ പിന്നെ എടുത്തിട്ടില്ല. ഇതുവരെ എടുത്തിട്ടില്ല. ഓക്കെ. അതേപോലെ തന്നെ ഫിസിക്സിൽ ഇപ്പൊ ആ ചാപ്റ്ററും ഇത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? വേറെ ചാപ്റ്റർ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ? ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മുടെ ഇതുവരെയുള്ള ടോപ്പിക് എല്ലാം ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ. അപ്പൊ ഇനി നമുക്കിനി പ്രിപ്പറേഷൻ, ഇതുവരെ കാര്യങ്ങൾ നിങ്ങൾ എത്തി. ഇനി 2 രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാം. ഒന്ന് ബോർഡ് എക്സാമിന്റെ പ്രിപ്പറേഷൻ, അതേപോലെ തന്നെ നീറ്റിന്റെ പ്രിപ്പറേഷൻ. ബോർഡ് എക്സാമിന് വരുന്ന പ്രധാന ഏരിയകളെല്ലാം നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. നീറ്റിന്റെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം എന്താണ്? NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. PDF
നിങ്ങളുടെ ചാപ്റ്ററിന്റെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും NCERT ടെക്സ്റ്റ് ബുക്ക്. ആ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് ആ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം എക്സർസൈസ് എന്ന പേരുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നിങ്ങൾ ചെയ്യുക. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആദ്യം ചെയ്യാൻ, ഒരു കുറച്ച് ടൈം എടുക്കും. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ചിലപ്പോൾ 15 മിനിറ്റ് ഒക്കെ ആദ്യഘട്ടത്തിൽ എടുത്തെന്ന് വരാം. ഓക്കെ, പക്ഷേ ആദ്യത്തെ ഒരു 4-5 ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ ഫാസ്റ്റ് ആവും. അപ്പൊ അവിടെ ഗിവ് അപ്പ് ചെയ്യരുത്. ഇത് എക്സർസൈസ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ചെയ്യുക. അതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നമുക്ക് ഈ ചാപ്റ്ററിന് ഒരു 30-40 ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷനിലേക്ക് ഈ സാധനം പോകും. ഓക്കെ, ഇനി ബോർഡ് എക്സാമിന് എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയേഴ്സ് എക്സാം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ടി വരും. ക്ലിയർ? ഇനി ഇത് ചെയ്തിട്ട് വീണ്ടും നീറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കണം. അപ്പൊ ഇപ്പൊ ഇതുവരെ പഠിച്ചത് ജസ്റ്റ് എന്താണ്, ഇതിന്റെ ഒരു സ്കെലിട്ടൺ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇതിന്റെ കൺസെപ്റ്റുകളാണ് പഠിച്ചത്. ഇനിയാണ് ശരിക്കും ഇതിനെ കൃത്യമായിട്ട് അതിന്റെ ഫൈൻ ട്യൂണിങ്ങിലേക്ക് നമ്മൾ പോകേണ്ടത് കേട്ടോ. സോ യു ഡു ദാറ്റ്. ആ ഒരു പ്രിപ്പറേഷനിലേക്ക് പോവുക. പിന്നെ നമുക്കറിയാം സാധാരണ ഏതൊരു ക്ലാസ്സിലും ഇപ്പൊ നമുക്കിപ്പോ ഒരു 35 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോൾ അതിൽ 5 കുട്ടികൾ ഈ പറയുന്ന കാര്യം ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ഒരു 10 കുട്ടികൾ പറയുന്ന കാര്യം ഫോളോ ചെയ്യും. ഒരു 20 കുട്ടികളോ 25 കുട്ടികളോ വെറുതെ വീട്ടിലിരിക്കും. അപ്പോ അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇന്ത്യയിലുള്ള 15 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ വെറും 1 ലക്ഷം കുട്ടികൾക്ക് മാത്രം സീറ്റ് കിട്ടുകയും ബാക്കി 14 ലക്ഷം കുട്ടികൾ വെറുതെ ചെറിയ ചെറിയ കോഴ്സുകളിലേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റോ? ഇല്ല. ആരാണോ വർക്ക് ചെയ്യുന്നത് അവര് മാത്രം മുമ്പിലെത്തും. വർക്ക് ചെയ്യാത്തവര് ഈ ഒരു പോയിന്റിൽ തന്നെ ഉണ്ടാവും. ക്ലിയർ? അപ്പോ ഡു വെൽ, നന്നായിട്ട് പഠിക്കുക. അപ്പോ ഇനി എന്താണ് സംശയം ഉള്ളതെന്ന് ചോദിച്ചോളൂ. ഏതെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളിൽ ഡൗട്ട് ഉണ്ടോ എന്ന് പറ. ക്ലിയർ അല്ല എല്ലാം? ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഇന്നത്തെ ക്ലാസ് നമുക്ക് കുറച്ച് നേരത്തെ വൈൻഡപ്പ് ചെയ്താലോ? Is it fine? Yes, sir. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററും കൂടി കഴിയുമ്പോൾ അതും കൂടി ചെയ്യുക. നന്നായിട്ട് പറഞ്ഞു വരുന്നത് നിർബന്ധമായിട്ടും NCERT ക്വസ്റ്റ്യൻസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഫോർ യുവർ നീറ്റ് പ്രിപ്പറേഷൻ. ഓക്കെ, സോ ലെറ്റ് us ക്ലോസ്. സാർ നമ്മളുടെ ബുക്കുകൾ NCERT ടെക്സ്റ്റ് തന്നെയല്ലേ, സ്കൂളിലത്തെ ടെക്സ്റ്റ്? അതെ, NCERT ആണ്, നോ ഡൗട്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ NCERT ടെക്സ്റ്റ് ബുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ക്ലാസ് 11 ഡൗൺലോഡ് PDF നടിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്റെ PDF കിട്ടും. അതില് സോൾവഡ് എക്സാമ്പിൾസും ഉണ്ട്, എക്സർസൈസും ഉണ്ട്. രണ്ടും ചെയ്യണം. സോൾവഡ് എക്സാമ്പിൾസിന്റെ ഉത്തരം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്, അത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന്റെ ഉത്തരങ്ങൾ ഒരു റൗണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക, രണ്ടാമത്തെ റൗണ്ട് ഒറ്റയ്ക്ക് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക. പറ്റൂല, ഒരു 80% ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ പിന്നിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് ഇത് ചെയ്തത് എന്ന് അത് കണ്ടുപിടിക്കാനുള്ള വഴികൾ നിങ്ങൾ അന്വേഷിക്കും. എന്നിട്ട് നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ബ്രെയിൻ സ്റ്റോമിങ് നടക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് നീറ്റിന്റെ ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്തു തന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഒരിക്കലും ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. സോ ദാറ്റ് വിൽ സ്പോയിൽ. അങ്ങനെ സംഭവിക്കരുത്. ക്ലിയർ? അപ്പൊ ആ പണിയിലേക്ക് പോവുക. NCERT എക്സർസൈസ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളിലേക്ക് നിങ്ങൾ പോവുക. ഓക്കെ, ചെയ്യോ അത്? Will you do that? Yes, sir. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കട്ടോ. അപ്പോ ഹാവ് എ നൈസ് ഡേ.
താങ്ക് യു സർ.